ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഉച്ചയൂണിന് ഒരു മീൻകറിയുടെ രുചിയിൽ ഒരു അടിപൊളി ഒഴിച്ചു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കോവയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/4 കിലോ കോവയ്ക്ക കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് നമുക്കിതുപോലെ കോവയ്ക്കയുടെ വലിപ്പം അനുസരിച്ച് 4ആയിട്ടോ 8ആയിട്ടോ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ഇതുപോലെ നീളമുള്ള കോവയ്ക്കാണെങ്കിൽ നടുകെ ഒന്നുകൂടെ ഒന്ന് മുറിച്ചിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിലൊക്കെ ആകാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കോവയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൺചട്ടിയിൽ തന്നെ വേണം പാകം ചെയ്യാൻ. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ഇതൊരു നാടൻ കറിയാണ്, അതുകൊണ്ട് നമുക്ക് മൺചട്ടിയിൽ വേണം ഇത് പാകം ചെയ്യാൻ. ഇനി എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള, 1 സവാള എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം. കനം കുറച്ച് നീളത്തിലായിരുന്നു അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ചേർക്കാം. ചുവന്നുള്ളി ചേർക്കുന്നതാണോ ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കണം. എല്ലാം ഒന്ന് അടർത്തി എടുത്ത് അതും നമുക്ക് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ കൊടംപുളി, ഒരു 2 അല്ലി കൊടംപുളി കീറി കഴുകി 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ അല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കൊഴുപ്പും കിട്ടും, നല്ല കളറും കിട്ടും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു 2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഒരു തടിത്തവി വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നത്. ചട്ടിയിൽ നമ്മൾ പാകം ചെയ്യുമ്പോൾ എല്ലാം തടിത്തവിയോ ചിരട്ട തവിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് ഒന്നുകൂടെ തിരുമ്മി യോജിപ്പിക്കുകയാണെങ്കിൽ ഏറെ നന്നാണ്. പക്ഷേ പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആണ് ഞാൻ തടിത്തവി വെച്ച് ഇളക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം, നികക്ക വെള്ളം ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ച് അടുപ്പത്ത് വെച്ച് ഇത് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ഇതിനൊരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. ഒരു മുറി തേങ്ങ ചുരുണ്ടിയത്, ഒരു 4-5 ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തത് അതുകൊണ്ട് ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തരിയില്ലാതെ മഷി പോലെ അരച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ചെറിയ ബൗളിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കോവയ്ക്ക എന്തായെന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊരു 3-4 പ്രാവശ്യം ഇതുപോലെ മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. നന്നായിട്ട് വേകണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് അടിക്ക് പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. അപ്പം കോവയ്ക്കൊക്കെ വെന്ത് വരുന്നു. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കോവയ്ക്ക കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ അരപ്പ് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുടംപുളിയൊക്കെ ചേർത്തുള്ള കറി ആയതുകൊണ്ട് അസൽ മീൻ കറിയുടെ തേങ്ങ അരച്ച ആ മീൻ കറിയുടെ അതേ സ്വാദിലാണ് ഈ കറി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അല്പം വെള്ളവും കൂടി ഒന്ന് തേങ്ങ അരച്ച് മിക്സിയുടെ ബൗളിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കറിയുടെ പാകം വെള്ളമൊക്കെ അവരവരുടെ പാകത്തിന് ചേർക്കാം. ഒരുപാടങ്ങ് നീണ്ടു പോകാതെ ഈ ഒരു പരുവത്തിലിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അല്പം ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കറിയൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരും. വാങ്ങി വെച്ചിരുന്നാലും കുറച്ച് സമയത്തേക്കും കൂടി അത് നന്നായിട്ട് തിളയ്ക്കുമല്ലോ. അപ്പം നമുക്കിതൊന്ന് കറി തിളച്ചിട്ടുണ്ട് വാങ്ങി വയ്ക്കാം. വേറൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കടുക് താളിച്ച് ചേർക്കുമ്പോഴാണ് കറിയുടെ ആ ഒരു പൂർണ്ണ സ്വാദ് വരുന്നത്. വെളിച്ചെണ്ണ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ചേർത്ത് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ആക്കിക്കൊടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു നാടൻ കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്രയും മതി താളിപ്പ്. നമുക്കിനി അടപ്പൊന്ന് മാറ്റിയിട്ട് താളിപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഒരു മണമാണ്. താളിപ്പും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂടി വയ്ക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് താളിച്ചതെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കറിയായിട്ട് അടിപൊളി ഒരു നാടൻ കറി, മീൻ രുചിയിലൊരു നാടൻ കോവയ്ക്ക കറി